വയനാട് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. പനമരം മാതത്തുപൊയിൽ ആദിവാസി നഗറിൽ വെള്ളം കയറി. നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. നിലവിൽ പുഴ കരകവിഞ്ഞ് റോഡിൽ വെള്ളം കയറിയതോടെ കുറ്റ്യാടി ചുരം വഴി വയനാട്ടിലേക്കുള്ള പാത അടച്ചിരിക്കുകയാണ്. ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ. ദീപക്, വയനാട്ടിൽ റെഡ് അലർട്ടാണ്, കനത്ത മഴയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഒപ്പം ഈ പനമരത്ത് ആദിവാസി നഗറിൽ വെള്ളം കയറി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിൽ എന്തായി? അവരെ പൂർണ്ണമായും മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ ക്യാമ്പിലേക്ക്? ശ്രുതി, വയനാട്ടിൽ കനത്ത മഴയാണ്. റെഡ് അലർട്ടിന് ശേഷം തന്നെ വയനാട്ടിൽ എല്ലായിടത്തും കനത്ത മഴയാണ്. ഇടവിട്ടിടവിട്ടായി ഇന്നലെ മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ മുതൽ മഴക്കെടുതികൾ രൂക്ഷമാണ്. രാവിലെ മുത്തങ്ങ ദേശീയപാതയിലാണ് ആദ്യം വെള്ളം കയറിയത്. പിന്നീട് മീനങ്ങാടിയിലും ഇത്തരത്തിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ചെളി കുടുങ്ങി അതേപോലെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അല്പം മുൻപാണ് മാനന്തവാടി വള്ളിയൂർക്കാവിൽ അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഒരു വീട് വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനെ തുടർന്ന് JCBയിലെത്തി അവരെ വാഹനത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് ക്യാമ്പിലേക്ക് മാറ്റിയത്. ഈ ഭാഗം മുഴുവൻ ഇപ്പോൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. മാനന്തവാടി, താഴെയങ്ങാടി, അതുപോലെ തന്നെ വള്ളിയൂർക്കാവിന് സമീപമുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. വയനാട് പനമരം മാതോത്തുപൊയിലുള്ള ആദിവാസി നഗറിന്റെ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകൾ ഒറ്റപ്പെട്ടിരുന്നു. അതേസമയം അല്പം മുൻപാണ് ഈ ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തേക്ക് എത്തി ഇവരിപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അഞ്ചുകുന്നിനടുത്തുള്ള മൊട്ടമ്മൽ കോളനി എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ ഈ കാണുന്ന റബ്ബർ തോട്ടത്തിനുള്ളിൽ തൊട്ടപ്പുറത്തായി അവിടെ ഒരു ആദിവാസി നഗറുണ്ട്. ഏകദേശം 10ലധികം കുടുംബങ്ങളുണ്ട്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടം. ഇതുവരെ ഇവരെ ഇവിടെ നിന്ന് ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ മാറ്റാനുള്ള നടപടികൾ ആയിട്ടില്ല എന്നാണ് അറിയുന്നത്. നമ്മളിപ്പോൾ അതിനടുത്താണുള്ളത്. അങ്ങോട്ടേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അവർ ഈ പ്രധാനമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ റോഡിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെയുള്ള ആളുകൾക്കുള്ളത്. ആ ഭാഗത്തേക്ക് നമ്മൾ പോകാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഒപ്പം ഇന്ന് രാവിലെ പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി എന്ന് പറയുന്നു. പനമരം പഞ്ചായത്തിലെ 20ാം വാർഡിൽ ഉൾപ്പെട്ട അഞ്ചുകുന്നിലെ മൊട്ടമ്മൽ എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടം. ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് പോലെ തന്നെയുള്ള പ്രദേശമാണ്. അവരെ ഇതുവരെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ആയിട്ടില്ല. എന്നാൽ രാവിലെ ഇത്തരത്തിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്ന മാതോത്തുപൊയിൽ ആദിവാസി കോളനി, ഒപ്പം ചീക്കല്ലൂരുള്ള ആദിവാസി നഗർ ഉള്ള മേഖലകളിൽ അടക്കമുള്ള ആളുകളെ ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും വയനാട്ടിൽ മഴക്കെടുതികൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കാരണം ബാണാസുര, കാരാപ്പുഴ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ ലഭിക്കുന്നുണ്ട്. ഈ ഡാമിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ എത്രയും വേഗം മാറ്റി താമസിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം ജീവനക്കാർ ചെയ്യുന്നുണ്ട്. എന്നാലും ഈ ആദിവാസി നഗർ അടക്കമുള്ള ചില മേഖലകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നം വളരെ രൂക്ഷമാണ്. ചില ആളുകൾ ക്യാമ്പിലേക്ക് മാറാൻ വിമുഖത കാണിക്കുന്നു. അതോടൊപ്പം കൃത്യമായി പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ആളുകളെ മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നില്ല എന്നാണ് അറിയുന്നത്. ഏതായാലും പനമരം പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ 3 സ്ഥലത്ത് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 11 ക്യാമ്പുകളിലായി ഏകദേശം 332 ആളുകളാണ് ഇന്നലെ ക്യാമ്പുകളിലേക്ക് വയനാട് ജില്ലയിൽ മാറ്റിയത്. ഇനിയിപ്പോൾ മഴ കനക്കുന്നതിനനുസരിച്ച് കൂടുതൽ ആദിവാസി നഗറിൽ നിന്ന് ആളുകളെ മാറ്റേണ്ടതായി വരും. കാരണം ഇവരൊക്കെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് പുഴയോരങ്ങളിലോട് ചേർന്ന പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ ആദ്യം ജലനിരപ്പ് ഉയർന്ന നദികളിൽ ജലനിരപ്പ് ഉയർന്നാൽ ഏറ്റവും ആദ്യം വെള്ളം എത്തുക ഇവരുടെ വീടുകളിലേക്കായിരിക്കും. ഏതായാലും അല്പസമയത്തിനുള്ളിൽ നമ്മളിപ്പോൾ ഈ മൊട്ടമ്മൽ ആദിവാസി നഗറിലേക്ക് പോവുകയാണ്. അവിടെയുള്ള ആളുകളെ എങ്ങനെയെങ്കിലും മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മൾ അധികൃതരുമായി സംസാരിച്ച് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ശ്രുതി, ദീപക് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നുള്ള അവരെ മാറ്റാനുള്ള അതുമായി ബന്ധപ്പെട്ട അധികൃതരാരും അവിടെ എത്തിയിട്ടില്ലേ? അവരെന്താണ് പറയുന്നത്? ഇവിടെ ഇപ്പോൾ പ്രദേശവാസികളുണ്ട്. നമ്മളിവിടെ എത്തിയ സമയത്താണ് അവർ പറയുന്നത്. ചേട്ടാ, ഇവിടെ ഈ പറയുന്ന സ്ഥലത്ത് എത്ര 10 വീടുണ്ട് സ്ഥിതി ഇപ്പോൾ അവിടെ? ഇപ്പം ഭക്ഷണത്തിന് ഉള്ള ക്ഷാമം ഉണ്ടാവുള്ളൂ. പണിക്ക് പോകാൻ സാധിക്കുന്നില്ല അവർക്ക്. പിന്നെ കുഴപ്പമൊന്നുമില്ല അവരെ സംബന്ധിച്ചോളാം. അങ്ങോട്ടേക്ക് പോകാൻ പറ്റും? നടന്നു പോകാൻ പറ്റില്ല. അവിടെ പാണ്ടി ആയിട്ട് കിടക്കാൻ പറ്റുള്ളൂ. അല്ലെ തോണി അല്ലെങ്കിൽ ചെങ്ങാടമൊക്കെ ആയിട്ട് കിടക്കാൻ പറ്റുള്ളൂ. പാണ്ടി ഉണ്ട് അവർക്ക്. അതുകൊണ്ട് കിട്ടി ഇങ്ങോട്ട് കരയ്ക്ക് കിടക്കല്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് അത് ചുറ്റും വെള്ളത്തിൽപ്പെട്ടൊരു 10 കുടുംബമുണ്ട് അവിടെ. ഇനിയിപ്പോൾ വെള്ളം ഉയർന്ന എന്ത് ചെയ്യും? വെള്ളം പറഞ്ഞാൽ അവർക്ക് കുറച്ച് കാലം കൂടെയൊക്കെ നിൽക്കാം. അല്ലെങ്കിൽ ഒരു ഇന്നലെ 5 സ്കൂളിലേക്ക് മാറേണ്ടി വരും. അങ്ങനെയാണ് സാധാരണ ഇവിടെ ചെയ്യാറ്. പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്നിട്ട് അവരെന്താ? പഞ്ചായത്തിൽ നിന്ന് ആള് വന്ന് ഇന്നലെ മാറ്റാൻ ശ്രമിച്ചായിരുന്നു. അവർ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. കുറച്ച് പേര് അവിടെ പറയുന്നുണ്ട്. വെള്ളം കുടിക്കഴിഞ്ഞാൽ കഷ്ടമാണ്. അവർ മുമ്പ് പഞ്ചായത്തുകാർ ചെയ്യുമെന്ന് വിചാരിക്കാം. ഭക്ഷണത്തിനുള്ള കിറ്റൊക്കെ ഇന്നലെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഭക്ഷണത്തിനുള്ള ആവശ്യ വസ്തുക്കളും കിറ്റുകളെല്ലാം അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അവരവിടുന്ന് പോകാൻ തയ്യാറാകുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. കൂടുതൽ അവരുമായി സംസാരിച്ച് നമുക്ക് കാര്യങ്ങളെപ്പറ്റി കൃത്യമായ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ ദ്വീപായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്ത് ഇത്തരത്തിൽ 10ലധികം വീടുകളുണ്ട്. അവർ പുറത്തേക്ക് വരാതെ ഇത്തരത്തിൽ ദ്വീപായി ചുറ്റപ്പെട്ട് വെള്ളം ഉയരുന്നതിനനുസരിച്ച് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കന്നുകാലികളും വളർത്തുമൃഗങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് വലിയ പ്രശ്നമില്ല എന്നാണ് അറിയുന്നത്.
എന്താ ചേട്ടാ പറഞ്ഞേ? അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇപ്പോൾ ഈ ആദിവാസി നഗറിലുള്ള ആളുകൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും അഞ്ചുകുന്നിലെ ഈ മൊട്ടമ്മൽ ഭാഗത്തുള്ള ഈ ആദിവാസി നഗറിലാണ് ഇത്തരത്തിൽ ഒരു ഒറ്റപ്പെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല വയനാട്ടിൽ പലയിടങ്ങളിലും മാനന്തവാടിയിൽ മാത്രമല്ല കൽപ്പറ്റയിലും വെണ്ണിയോട് കോട്ടത്തറ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്.